ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത ഭയങ്കര വൈറലായിട്ട് കത്തി നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. ജീവമാത കാരുണ്യ ഭവനിലെ വാർത്തകളാണ് ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയ, നമുക്ക് അഭിപ്രായം പറയാലോ, എനിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അനാഥാലയത്തിലെ ഇപ്പോൾ ഉള്ള വാർത്തകൾ തരംഗമായിട്ട് നിൽക്കുന്നൊരു 3 താരങ്ങളുണ്ട്: ഗിരിജ, വിഷ്ണു, അനാമിക. അപ്പോൾ ഇവരുടെ വാർത്തകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ 3 പേര് നമ്മൾ ഇപ്പോൾ കാണാൻ തുടങ്ങിയതല്ല, നമ്മൾ കുറച്ച് നാൾ മുമ്പോട്ട് നമുക്കറിയാവുന്നതാണ്. ഇവരുടെ ഈ അനാഥ മന്ദിരത്തിലെ ഒരു കുട്ടിക്ക് ഇതിൻ്റെ നടത്തിപ്പുകാരിയായ ഗിരിജയുടെ മകൻ വിഷ്ണു ഒരു ജീവിതം കൊടുത്ത് അങ്ങനെ ഒരു വഴികാട്ടിയായി നല്ലൊരു നന്മമാരായിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മളെല്ലാവരും കൈയടിച്ചു, കമൻസൊക്കെ അറിയിച്ചു, ആശംസകളൊക്കെ അറിയിച്ചു. അങ്ങനെ അന്ന് ഒരു വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു, ഭയങ്കര വൈറലായിരുന്നു ആ വിഷയം. ഇങ്ങനെ വിവാഹമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും എല്ലാം ഇഷ്ടംമാതിരി വന്ന് നിറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ബ്ലോഗ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അവർക്ക് തോന്നി. അവരങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്ന് കണ്ടവരുണ്ട്. അപ്പോൾ അനാഥയായിട്ടുള്ള ആ കുട്ടിക്ക് അങ്ങനെ ജീവിതം നൽകിയത് അത് ഭയങ്കര സംഭവമായി പോയായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മളെല്ലാവരും പയ്യെ കാണാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് മില്യൺ ആ ലെവലിലേക്ക് വരെ എത്തി. പക്ഷേ ഇവിടെ സംഭവിച്ച വേറൊന്നുമല്ല, അവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബ്ലോഗിലൂടെ നമ്മളെ അറിയിച്ചതിലൂടെ അവർക്ക് പറ്റിയ ചെറിയൊരു മണ്ടത്തരം അതിൽ സംഭവിച്ചു പോയായിരുന്നു. അതാണ് അവർക്കിപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീണു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പം അന്ന് അവർ ആ വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കായാലും ഒരു ഈഗോ അടിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവർ അമ്മയുടെയും അമ്മ മരുമകളോടുള്ള സ്നേഹവും, അതുപോലെ വിഷ്ണുവിന് അനാമികയോടുള്ള സ്നേഹവും, അതുപോലെ അനാമികയ്ക്ക് വിഷ്ണുവിനോടുള്ള സ്നേഹം, അതായത് ഭയങ്കര പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി നല്ല അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കള്ളത്തരങ്ങൾ, ഓരോ കാര്യങ്ങളും ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ജൂൺ മാസം ആ സമയത്ത് അവർക്കൊരു കുഞ്ഞുവാവ അവരുടെ കുടുംബത്തിലേക്ക് വന്നു. ഒരു കുഞ്ഞുവാവ ഉണ്ടായി. അതിൻ്റെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയും ഡെലിവറി വീഡിയോയും കാര്യങ്ങളെല്ലാം അവർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ തൊട്ടാണ് അവർക്കൊരു പാളിച്ച പറ്റി തുടങ്ങിയത്. കുഞ്ഞാവ ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് വരുന്ന വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കമൻസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. സംഭവം വേറെ ഒന്നുമില്ല, കുഞ്ഞാവ ഉണ്ടായിട്ട് ഇത് 8 മാസം ആകുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കമൻസിൽ ക്വസ്റ്റ്യൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ എന്തോ ഒരു ഇത് തോന്നിയിട്ട് അവർ എല്ലാവരിലേക്ക് വീണ്ടും ഇതൊക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പല ചാനലിന് ഇൻ്റർവ്യൂസ് കൊടുത്തു. ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോൾ പെയിൻ ഉണ്ടായി, അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ വേറൊരു ചാനലിൽ വേറൊരു ഇൻ്റർവ്യൂവിന് അവർ പറഞ്ഞ സംഭവം, ബാത്റൂമിൽ തെന്നി വീണ് ബ്ലീഡിങ് ഉണ്ടായി. അപ്പം അങ്ങനെ ഇപ്പം അങ്ങനെ ആശുപത്രിയിൽ പെട്ടെന്ന് കൊണ്ടുകൊണ്ട് വന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ വ്ലോഗ് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അവരുടെ വ്ലോഗിൽ ഒരു സംഭവമുണ്ട്. ആ കുട്ടി, അനാമിക എന്ന കുട്ടി, വളരെ സിമ്പിളായിട്ട് നല്ല തുള്ളിച്ചാടി നല്ല സന്തോഷത്തോടു കൂടി ലേബർ റൂമിലേക്ക് പോകുന്നൊരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ഇങ്ങനെ തെന്നി വീഴുമോ അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലീഡിങ്ങോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കുട്ടി ഒരിക്കലും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഒന്നും ലേബർ റൂമിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ ഈ പല ഇൻ്റർവ്യൂസിനും പല രീതിയിൽ പറഞ്ഞത് കൊണ്ട് ഈ കാണുന്ന ബ്ലോഗ്, ഇവരുടെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ വ്ളോഗിൽ തന്നെ ഇങ്ങനെ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് അവരെ കുഞ്ഞ് 2,500 ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ഇൻ്റർവ്യൂസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്
കൊച്ചിന് വെയിറ്റ് കുറവായിരുന്നു, 1,900 വെയിറ്റ് കുറവായിരുന്നു എന്നൊക്കെയാണ് അവർ ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആകുന്നത് കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ അത് അവരവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആകുന്നത് അവരെ ഇഷ്ടം. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ആണ് ഈ കുട്ടി പ്രഗ്നൻ്റ് ആയത്. അതായത് കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നർത്ഥം. അതപ്പോൾ സംഭവം എന്തായി മാറി? എന്താണ് കേസാകുക? പോക്സോ കേസ് വരും. അതവിടെ നിൽക്കട്ടെ. നമ്മളപ്പോൾ ഇതിൽ പ്രതികരിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടന്നിരിക്കുന്ന ഒരു അനാഥ മന്ദിരത്തിൽ വെച്ചാണ്. ആരുമില്ലാത്ത കുട്ടികൾക്ക് ഒരു സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ഈ സ്ഥാപനങ്ങളിൽ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി നിർത്തുന്നത്. പക്ഷേ അവിടെ അവർക്ക് ഒരു സംരക്ഷണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് ഇവിടെ സംഭവിച്ചത്. കാര്യം പറഞ്ഞാൽ കൂടുതലായിട്ട് ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനൊന്നും ഞാനാളല്ല. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റുപാടിലെല്ലാം ഇതുപോലുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവരിങ്ങനെ ഒരു വ്ളോഗായിട്ട് വന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യം എല്ലാവർക്കും ഇങ്ങനെ പല പല ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഇതിപ്പോൾ ഇങ്ങനെയൊരു ചർച്ചയായിട്ട് ഇങ്ങനെയൊരു പ്രശ്നങ്ങളായത് ഈ അനാഥ മന്ദിരങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് വാർത്തയിലൂടെ അറിയാൻ പറ്റിയത്. എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള സഹപാഠികളോ അല്ലെങ്കിൽ ഇതുപോലെ ഈ അനാഥ മന്ദിരത്തിൽ വരുന്ന എല്ലാവരും അനാഥരല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടി കൂടാതെ, അതായത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നമുക്ക് വേണ്ടി തന്നേക്കുന്ന വേറെ ഒന്നിനും വേണ്ടിയല്ല, നമ്മൾ പച്ചക്കനെ നമ്മൾ തുറന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴി നമ്മൾ അത് തുറന്ന് പറയുക. തീർച്ചയായും ഇപ്പം ഞാനായാലും എന്നെപ്പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വാർത്താ ചാനലും എല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ ശരിയായ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും.